നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മലപ്പുറം ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇന്ന് അവസാനിക്കും. നിരവധി കുടുംബങ്ങളാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താനാവാതെ പ്രയാസത്തിലായത്. തീയതി നീട്ടണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ്. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യണം. ഓഗസ്റ്റ് മാസങ്ങളിൽ റേഷൻ കടകളിലെ ഇപോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. എന്നാൽ അവരുടെ കാർഡുകളിലെ മറ്റംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണം. ഈ മാസം 3-നാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത്. സർവറിലെ സാങ്കേതിക തകരാർ മൂലം പല കുടുംബങ്ങൾക്കും മസ്റ്ററിംഗ് നടത്താനാവാത്ത സ്ഥിതിയുമുണ്ടായി. വിദ്യാർത്ഥികളടക്കം ഏറെ തിരക്കിൽപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന സ്ഥിതിയാണുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് റേഷൻ വ്യാപാരികൾ ഈ മസ്റ്ററിംഗ് സംവിധാനവുമായി മുന്നോട്ട് പോകുന്നത്. വളരെയേറെ സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മസ്റ്ററിങ്ങുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഏൽക്കേണ്ടി വരുന്നത് റേഷൻ വ്യാപാരികളാണ്. ഇപ്പോൾ 9 വയസ്സിന് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഈ ബയോമെട്രിക് ശരിയാവുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ 1 ലക്ഷത്തോളം ആളുകളുടെ മസ്റ്ററിങ് അസാധുവാക്കി എന്നാണ് പുതിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേട്, ആധാർ കാർഡിലെയും റേഷൻ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള പൊരുത്തക്കേട് കാരണം ഇപ്പോൾ അത് അസാധുവാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിമിതമായ സമയത്തിനുള്ളിലാണ് ഗവൺമെന്റ് മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന് റേഷൻ വ്യാപാരികളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് ആളുകൾ, ഇപ്പോൾ 70% ആളുകളാണ് ഇപ്പോൾ മസ്റ്ററിങ് നടത്തിയിട്ടുള്ളത്. ഇനി ഒരു 5-6 മണിക്കൂറുകളേ ഉള്ളൂ മസ്റ്ററിങ് അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള സമയപരിധി. അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് റേഷൻ വ്യാപാരികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് സമയപരിധി കൂട്ടി നൽകുകയും അതേപോലെ തന്നെ കിടപ്പ് രോഗികളായ ആളുകൾക്ക് മസ്റ്ററിംഗ് സംവിധാനങ്ങൾ ഞങ്ങളോട് വീട്ടിൽ പോയി ചെയ്യണമെന്ന് പത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ കുട്ടികളുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും മസ്റ്ററിംഗ് അവരുടെ വിരലടയാളം പതിയാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതെന്ത് വേണമെന്നുള്ളതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നല്ലാനും ഇതിന്റെ സമയപരിധി നീട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ റേഷൻ കടകളും അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പിഞ്ചു കുട്ടികളടക്കം ഒരു കുടുംബം മൊത്തം വന്ന് എല്ലാവരും ഈ മസ്റ്ററിംഗിൽ പങ്കെടുക്കണം. എന്നാലേ അവർക്ക് തുടർന്ന് ഈ BPL രീതിയിലുള്ള പെൻഷൻ റേഷനിങ് കിട്ടുള്ളൂ. അപ്പൊ ഇതിന് ശരിക്ക് വേണ്ടത് ഒരു നല്ലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഒരു ഒഴിവ് ദിവസം, സ്കൂൾ ഒഴിവ് ദിവസത്തിൽ ഏതെങ്കിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഈ തീരദേശങ്ങളിൽ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അവർ രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് കുടുംബവുമായിട്ട്. അന്നത്തെ സ്കൂൾ മുടങ്ങി, അത് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ സ്കൂൾ മുടക്കി ഈ മസ്റ്ററിങ് ഈ ബുദ്ധിമുട്ട് ഇത് ശരിക്ക് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. കാരണം ഇതിനൊക്കെ ആദ്യം തന്നെ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തോടെ തീരും എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇതിന്റെ ദിവസം ഒന്നും കൂടെ കൂട്ടി അല്ലെങ്കിൽ അതിന് ബദൽ വേറെന്തെങ്കിലും സംവിധാനം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. തീയതി നീട്ടണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിരിക്കുകയാണ്. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.